ചരിത്രത്തിൽ നമ്മൾ കാണുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടപെടലുകൾ വരുന്ന രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുവാവായി വന്നപ്പോൾ തന്നെ ഏറ്റവും നല്ല സ്വഭാവം ഉൾക്കൊള്ളുകയും നാട്ടിലെ സാമൂഹികമായ പ്രവർത്തനങ്ങളിലൊക്കെ ഭാഗമാക്കാവുകയും ചെയ്യുകയുണ്ടായി. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും അതിൽ നബിയെ, മുഹമ്മദ് നബിയെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നൊരവസ്ഥ ആ നാട്ടിലുണ്ടായിരുന്നു. ആ നാട്ടിലെ ഏറ്റവും നല്ല മനുഷ്യനായും ഏറ്റവും വിശ്വസ്തനായ മനുഷ്യനായും സത്യസന്ധനായും അറിയപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിയുടെ ഓരോ ചലനങ്ങളും ശരിയായ രീതിയിൽ തന്നെ ശ്രദ്ധിക്കുകയും വീക്ഷിക്കുകയും ചെയ്തവരാണ് റസൂലിന്റെ കാലത്ത് ജീവിച്ചവർ. പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി വരുമ്പോൾ കഴിഞ്ഞ കാലത്തെ ചെറുപ്പകാലത്തെ ഓരോ സംഭവങ്ങൾ പലരും അയവിറക്കിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ റസൂൽ തന്നെ ഉണർത്തിയ ചില സംഭവങ്ങൾ, റസൂലിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഹൽഫുൽ ഫുദൂൽ എന്ന് പറയുന്ന ഒരു സംഭവം. ഇത് നമുക്കൊക്കെ ഒരു പാഠമായി കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവം. ഹൽഫുൽ ഫുദൂൽ എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം മക്ക കാലഘട്ടം അല്ലെങ്കിൽ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന കാലഘട്ടത്തിലൊക്കെ ഗോത്ര സമ്പ്രദായത്തിലാണ്. അതായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന തത്വം. എന്റെ സഹോദരൻ അവൻ അക്രമിയാണോ അക്രമിയല്ലേ, മർദ്ദിതനാണോ മർദ്ദിക്കപ്പെടുന്നവനാണോ, എന്ത് തന്നെ ആയാലും നിന്റെ കൂടെയുള്ളവനാണോ അവനെ സഹായിക്കണം എന്ന നിയമമാണ് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഖുറൈശിയിൽ ഗോത്രത്തിൽപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവൻ ചെയ്തത് എത്ര നെറികേടാണെങ്കിലും ആ നെറികേടിന് കൂട്ടുനിൽക്കുന്ന ഒരു സമ്പ്രദായമാണ് അവരുടെ അടിയിൽ ഉണ്ടായിരുന്നത്. ഓരോരുത്തരും അവനവന്റെ ഗോത്രം എന്ന് പറയുമ്പോൾ അത് ശരി, ഗോത്രമല്ലാത്തവർ എന്ന് പറയുമ്പോൾ അത് തെറ്റ് എന്ന രീതിയാണ് ഉൾക്കൊണ്ടിരുന്നത്. ഇന്ന് പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകന്മാരും രാഷ്ട്രീയക്കാരും അതുപോലെ മറ്റു കക്ഷി രാഷ്ട്രീയത്തിന് അകപ്പെട്ട ആളുകളൊക്കെ ചെയ്യുന്ന അതേ രീതി തന്നെ. അഥവാ പലപ്പോഴും ശരിയോ തെറ്റോ എന്നുള്ളതല്ല, തന്റെ ആളുകൾ പറഞ്ഞതാണോ എന്നത് നോക്കുന്ന രീതി. ആ തത്വത്തിനാണ് അക്രമിയാണെങ്കിലും അക്രമിക്കപ്പെട്ടവരാണെങ്കിലും നിന്റെ കൂടെയുള്ളവരെ നീ സഹായിക്കുക എന്ന തത്വം പ്രാവർത്തികമാക്കിയിരുന്ന ആ കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ഹൽഫുൽ ഫുദൂൽ എന്ന് പറയുന്ന ഒരു വലിയ സംഭവം നടക്കുന്നത്. അത് ഈ തത്വത്തിനെ മറികടക്കുന്ന ഒരു രീതിയിലുള്ള ഒരു കാര്യം. അതിനുണ്ടായ ഒരു സാഹചര്യം, ഒരു മനുഷ്യൻ, യമൻ പ്രദേശത്തുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ എന്തോ കച്ചവട വസ്തുക്കളുമായി മക്കയിൽ വന്നു. മക്കയിൽ വന്നപ്പോൾ മക്കയിലെ ഒരു വലിയ മുതലാളി ആസിഫ് ബിൻ വാഹിദ് എന്ന് പറഞ്ഞൊരു മുതലാളി അയാളുടെ കുറെ സാധനങ്ങൾ വാങ്ങി അതിന് പണം കൊടുക്കുന്നില്ല. പണം എത്ര ചോദിച്ചിട്ടും കൊടുക്കുന്നില്ല. ഇയാളൊരു വലിയ പണക്കാരനായതുകൊണ്ട് പല ആളുകളോട് ഇയാൾ ഒന്ന് പറഞ്ഞു നോക്കി, ഈ എന്തെങ്കിലും ഒരു എന്റെ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം, എന്റെ പണം കിട്ടുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഈ വലിയ മുതലാളിയോട് സംസാരിക്കാൻ വലിയ മടിയായി, പ്രയാസമായി. പിന്നെ അദ്ദേഹത്തിന്റെ ഈ ഗോത്ര മഹിമ കൊണ്ട് ആരും അതിൽ ഇടപെടാൻ തയ്യാറായി. അവസാനം അദ്ദേഹം കഅബയുടെ അടുക്കൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഈ നാട്ടിൽ ഈ മർദ്ദിതരെ സഹായിക്കാനൊന്നും ആരുമില്ലേ, എന്താണ് ഈ നാടിന്റെ അവസ്ഥ എന്ന് അദ്ദേഹം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോ ഗോത്രത്തലവന്മാർക്ക്, ഗോത്രക്കാർക്ക് എല്ലാവർക്കും ഒരു വലിയ പ്രയാസമായി. അങ്ങനെ അവര് ഒത്തൊരുമിച്ച് കൂടി ഇയാളുടെ പ്രശ്നം എന്താണെന്ന് അന്വേഷിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഞാനിങ്ങനെ സാധനം കൊടുത്തതാണ്, എന്റെ പണം കിട്ടിയിട്ടില്ല, നാട്ടിലെ മുതലാളി ഇയാൾ തരുന്നില്ല, അയാൾ ആർക്കും ചോദിക്കാനും കഴിയുന്നില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല ഇവിടെ ഈ നാട്ടിൽ എന്ന് മറുനാട്ടിൽ വെച്ച ആ മനുഷ്യൻ പറഞ്ഞപ്പോ അപ്പോഴവർക്ക് അവരുടെ ആ ഗോത്ര മഹിമയേക്കാൾ വലുത് ഇതൊരു വലിയ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്ന് അവർ മനസ്സിലാക്കുകയും ഗോത്രത്തിൽ പ്രധാനപ്പെട്ട ഗോത്രത്തലവന്മാരൊക്കെ ഒരു മീറ്റിംഗ്, ആ മീറ്റിംഗ് കൂടിയിരുന്ന സ്ഥലം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അത് അനുസ്മരിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു ജുദ്ആൻ എന്ന് പറയുന്ന ആ നാട്ടിലെ ഏറ്റവും പ്രമുഖനായ അതുപോലെ ഒരു നല്ല മനുഷ്യനായിരുന്ന അദ്ദേഹത്തിന്റെ വീട്ടിൽ ഗോത്രത്തലവന്മാരൊക്കെ കൂടി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടുണ്ടോ? അത് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഗോത്രത്തിൽ ഓരോ ഗോത്രത്തിലെ ആളുകളും ഇതിലൊരു തീരുമാനം എടുക്കണം എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ അവര് തീരുമാനിച്ച ആ തീരുമാനത്തിന്റെ കൂട്ടത്തിൽ മുഹമ്മദ് നബിയും അതിൽ പങ്കെടുത്തിട്ടുണ്ട്.
അതിന് ഹെൽഫുൽ ഫുദൂൽ എന്നാണ് പറയാം. ശ്രേഷ്ഠന്മാരായ പ്രമുഖന്മാർ പരസ്പരം ഉണ്ടാക്കിയ കരാർ എന്നറിയപ്പെടുന്ന ആ ഹെൽഫുൽ ഫുദൂൽ, അതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സംഗതി, നമ്മൾ ഒരിക്കലും ഒരു മർദ്ദിതന്റെ ഭാഗത്ത് നിൽക്കേണ്ടവരാണ്. മർദ്ദിതന്റെ ഭാഗത്ത് നിൽക്കണം. ഗോത്ര മഹിമയേക്കാൾ കൂടുതൽ സത്യവും മർദ്ദനവും വഹിക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിൽക്കണം. അതിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. അതുപോലെ നമ്മൾ എത്ര പരസ്പര വൈരങ്ങൾ തമ്മിലൊക്കെ ഗോത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പൊതു പ്രശ്നത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത്. അതിൽ നമ്മൾ ഒരു കൈയായി നിൽക്കണം എന്ന് അവർ പരസ്പരം തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ച് പിരിയുകയും അവരിൽ നിന്ന് തന്നെ ഒരു ചെറിയൊരു സംഘം ഉണ്ടായി. ഈ വാഹിൽ എന്ന് പറഞ്ഞ ഈ മലയാളിന്റെ അടുക്കലേക്ക് പോയി. അങ്ങനെ അവർ പറഞ്ഞു, നിങ്ങളിൽ ഇയാളുടെ പണം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹത്തിന് പണം വാങ്ങിക്കൊടുത്തതിന് ശേഷം അവർ പ്രഖ്യാപിച്ചു, ഇനി ഈ നാട്ടിൽ മർദ്ദിതരായി ആരും ഉണ്ടാകാൻ പാടില്ല, മർദ്ദിതർക്ക് സഹായമായിക്കൊണ്ട് ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്ന് അവർ ഗോത്രത്തലവന്മാരോട് പ്രഖ്യാപിക്കുകയും എല്ലാവരും കഴിവിന്റെ പരമാവധി പരസ്പരം സാധിക്കുന്ന വിഷയങ്ങളിലൊക്കെ ശത്രുക്കൾക്കെതിരിൽ ഒറ്റക്കൈയായി നിൽക്കാം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഈ തീരുമാനം പിൽക്കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തീരുമാനത്തെ പറ്റി പറഞ്ഞ വളരെ പ്രസിദ്ധമായ വചനം. റസൂലുള്ള പിന്നെ പ്രവാചകനായതിനു ശേഷം റസൂലുള്ള പറഞ്ഞു, ലഖദ് ശഹിദ്തു ഫീ ദാരി അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ ഹൽഫൻ. ഞാൻ അബ്ദുല്ലാഹി ഇബ്നു ജദ്ആന്റെ വീട്ടിൽ വെച്ച് പണ്ടു നടന്ന ആ കരാറിന്റെ സദസ്സിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. മാ ഉഹിബ്ബു അന്നലി ബിഹി ഉമർന, അതിനേക്കാൾ വിലപ്പെട്ടതായി എനിക്ക് മറ്റൊന്നും തോന്നിയിട്ടില്ല. അഥവാ ആ കാലഘട്ടത്തിൽ ഏറ്റവും വിലപിടിക്കുന്നതാണ് ചുവന്ന ഒട്ടകം. ഇതിനേക്കാൾ വിലപ്പെട്ടതായി ചുവന്ന ഒട്ടകം പോലും എനിക്ക് ലഭിച്ചാൽ അത് പറ്റില്ല. അത്രയും വിലപ്പെട്ടതായിരുന്നു ആ തീരുമാനം. ഇസ്ലാം, ഈ മുസ്ലിമായ ഇസ്ലാമിക കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എന്നെ ആരെങ്കിലും ക്ഷണിച്ചിരുന്നുവെങ്കിൽ അതിന് ഞാൻ ഉത്തരം നൽകുമായിരുന്നു. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. അതിന്റെ അർത്ഥം ഇവരെല്ലാവരും വളരെ ശത്രുതയോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞ ആളുകളാണെങ്കിലും ഒരു പൊതു പ്രശ്നം വരുമ്പോൾ അവർ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും, പിന്നെ ഗോത്രപരമായ അഭിപ്രായ ഭിന്നതകളും ഈ പക്ഷപാതിത്വവും നിലനിൽക്കുന്നുവെങ്കിലും മർദ്ദിതന്റെ കൂടെ നിൽക്കണം, അതുപോലെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കണം എന്ന കുറേ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കരാറായിരുന്നു യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് റസൂലുള്ളാഹി അതിൽ പങ്കെടുക്കുകയും പിൽക്കാലത്ത് അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് തന്നെ റസൂലുള്ളാഹി പറയുകയും അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ഇനിയും ഞാൻ അതിന്റെ കൂടെ ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിൽ ഹിജ്റ വന്ന സന്ദർഭത്തിൽ ആ രീതിയിലുള്ള ഒരു കരാറായിരുന്നു ജൂതന്മാരുമായി കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയിരുന്നത്. റസൂലുള്ള മദീനയിൽ വന്നപ്പോൾ നമുക്കറിയാം, റസൂലുള്ള മുഹാജിറായിക്കൊണ്ടാണ് മദീനയിൽ വന്നത്, ഹിജ്റ ചെയ്ത് മദീനയിൽ വന്നതാണ്. മദീനയിൽ നിന്ന് പ്രബലമായി നിൽക്കുന്ന ജൂത കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. പ്രബലമായ മൂന്ന് ജൂത കുടുംബങ്ങൾ അല്ലെങ്കിൽ ജൂത ഗോത്രങ്ങൾ മദീനയിൽ ഉണ്ടായിരുന്നു. ആ ഗോത്രങ്ങളുമായൊക്കെ റസൂലുള്ള കരാറാണ്. അവർ തമ്മിലുണ്ടാക്കുന്ന കരാറാണ്. അവരൊക്കെ മദീനയിൽ ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് മദീനയിൽ ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന നമ്മുടെ നാടിനെ പുറത്തു നിന്ന് ആര് ആക്രമിക്കുകയാണെങ്കിലും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി അതിനെ എതിർക്കേണ്ടതാണ്. നമ്മളെല്ലാവരും അതിന് ശത്രുവിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കും എന്നാണ് അവർ തീരുമാനിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ ജൂതന്മാരായ ആളുകളും ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കരാറില്ല. മദീനയെ ആരക്രമിക്കുകയാണെങ്കിലും അവർ അത് ഏത് ഗോത്രത്തിൽപ്പെട്ട ആര് വന്ന് ആക്രമിച്ചാലും ജൂതന്മാരും മുസ്ലിങ്ങളും ഒന്നായിരിക്കും, രണ്ടു കൂട്ടർ ഒരു കൈയായിരിക്കും അതിനെ ചെറുക്കും എന്നാണ് തീരുമാനം. മാത്രമല്ല, ഇതിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ വല്ല പ്രശ്നങ്ങളിൽ അക്രമത്തിലോ മറ്റുള്ളതിലോ എന്തെങ്കിലും നഷ്ടം ഉണ്ടാകുകയാണെങ്കിൽ എല്ലാവരും കൂടി നഷ്ടപരിഹാരം ഏറ്റെടുക്കും. മുസ്ലിങ്ങൾക്ക് നഷ്ടപരിഹാരം നഷ്ടപ്പെട്ടാൽ അത് ജൂതന്മാരോട് കൂടി അതിന്റെ പരിഹാരം കാണും. അതുപോലെ ജൂതന്മാർക്ക് ഈ നാടിനെ സംരക്ഷിക്കുന്നതിൽ വല്ല നഷ്ടപരിഹാരം നഷ്ടം പറ്റിയാൽ അത് മുസ്ലിങ്ങൾ കൂടി പങ്കെടുത്തുകൊണ്ടായിരിക്കും നഷ്ടപരിഹാരം നൽകുക എന്നും കൂടി അവർ തീരുമാനിച്ചിരുന്നു. ആ തീരുമാനത്തിന്റെ വെളിച്ചത്തിലാണ് ഉഹദ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരുടെ അടുക്കൽ ചെന്നു, ഞങ്ങൾക്ക് മക്കയിൽ നിന്ന് വന്ന ആളുകൾ നമ്മളെ ആക്രമിച്ചു, അക്രമത്തിൽ നമുക്ക് കുറെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുറെ ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്, അതിൽ നിങ്ങൾ നമ്മുടെ കരാർ പ്രകാരം നിങ്ങൾ നമ്മളെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജൂതന്മാരുടെ അടുക്കലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ
പ്രശ്നങ്ങൾ കൂടുതൽ കലുഷിതമായി മാറുകയാണ് ഉണ്ടായത്. ഏതായാലും അങ്ങനെ ഒരു കരാർ, അങ്ങനെ ഒരു ഐക്യ രൂപം അവർ തമ്മിലുണ്ടായിരുന്നു. നാടിന്റെ പൊതു പ്രശ്നത്തിൽ എല്ലാ അഭിപ്രായ ഭിന്നതകളും മറന്നുകൊണ്ട് തന്നെ പൊതു പ്രശ്നത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇത് ഏറ്റവും ആവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഈ രീതിയിൽ നമ്മൾ ഒരു പൊതുവായ രീതിയിൽ ചില മര്യാദകളും ചില നിലപാടുകളും ഒക്കെ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സന്ദർഭമാണ്. അത് ഇസ്ലാമിന്റെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യമാണ്. നന്മയുടെയും അതുപോലെ തഖ്വയുടെയും ഭാഗങ്ങളിൽ നിങ്ങൾ പരസ്പരം സഹായിക്കുക. അത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നാട്ടുകാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കാര്യങ്ങളിൽ പരസ്പരം സഹായിക്കുകയും എന്നാൽ ശത്രുത വളർത്തുന്ന പ്രശ്നങ്ങളിൽ പരസ്പരം സഹായിക്കാതിരിക്കുകയും ചെയ്യണം. അത് ഏത് മതവിശ്വാസികളാണെങ്കിലും ശരി, ഒരു പ്രദേശത്ത് ഒരു നാട്ടുകാർ എന്നുള്ള നിലക്ക് ആ രീതിയിൽ ഉണ്ടാകേണ്ടതാണ്. അതൊരു മതത്തിന്റെ ആളുകളാണെന്ന് പറയുമ്പോൾ കൂടുതൽ പ്രസക്തമായ സംഗതിയാണ്. മുസ്ലിങ്ങൾ പ്രത്യേകിച്ചും അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പല വിഷയങ്ങളിലുണ്ട്. അടിത്തറയായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, വളരെ വ്യക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ശിർക്ക് തൗഹീദ് വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ പൊതു വിഷയങ്ങളിൽ അവരിൽ ഒരു ഐക്യവും പൊതു വിഷയങ്ങളിൽ അവരിൽ ഒരു നന്മയുടെ ഒരു എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു തലവും നമ്മളുടെ ഇടയിൽ ഉണ്ടാകേണ്ടത്. അതിനാവശ്യമായ രീതിയിലായിരിക്കണം നമ്മളുടെ ഓരോ കാര്യങ്ങളും. നമ്മുടെ മതപ്രബോധനവും ആ രീതിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മതപ്രബോധനം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അകറ്റുന്ന രീതിയിലാകാൻ പാടില്ല. മതപ്രബോധനം എന്ന് പറഞ്ഞാൽ ആളുകളെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു കാര്യം. നമ്മൾ സ്വർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കണം. അവനവന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന കാര്യമില്ല, അവനവന്റെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്ന കാര്യമില്ല. അതുകൊണ്ടാണ് ദഅവത്തു ഇലല്ലാഹ്, അതാണ് മതപ്രബോധനത്തിന് ഇസ്ലാം നൽകിയ പേര്. അദ്ദഅവത്തു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന കാര്യം. ആ ദഅവത്തു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുമ്പോൾ അല്ലാഹുവിന്റെ ദീൻ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവരിൽ ഒരുപാട് പോരായ്മകൾ വന്നത് അവരെ മനസ്സിലാക്കി അവരെ അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് എപ്പോഴും നമ്മളിൽ ഉണ്ടാവേണ്ടത്. അതിന് ശ്രമിക്കുന്ന ആ പ്രവർത്തനം നടത്തുന്ന ആളുകൾ വളരെ ഉത്തരവാദിത്വബോധത്തോടു കൂടിയാണ് ആ കാര്യം ചെയ്യേണ്ടത്. ആ കാര്യം ചെയ്യുമ്പോൾ അവരുടെ ഭാഷ വളരെ നന്നാകേണ്ടതുണ്ട്, അവർ പെരുമാറുന്ന രീതി നന്നാകേണ്ടതുണ്ട്. ആളുകൾ അകറ്റുന്ന രീതിയിലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾ ഒരിക്കലും അകറ്റുന്നവരായി പോകാൻ പാടില്ല, നിങ്ങൾ എപ്പോഴും ആളുകളെ അടുപ്പിക്കുന്നവരായി മാറുന്നത്. അടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവനവന്റെ ആദർശവും മൂല്യങ്ങളും ഒക്കെ ബലി കഴിച്ചുകൊണ്ട് അടുപ്പിക്കുക എന്നുള്ള അർത്ഥമല്ല. അവനവന്റെ ആദർശവും മൂല്യവും വിശ്വാസവും അഖീദയും ഒക്കെ ശരിയായ രീതിയിൽ പ്രബോധനവും അത് ആളുകൾ പഠിപ്പിച്ചുകൊണ്ട് തന്നെ ജനങ്ങളെ അടുപ്പിക്കുക. ആളുകൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് നസീഹത്ത് ആളുകൾക്ക് ഉണ്ടാകണം. പ്രവാചകന്മാരൊക്കെ മനുഷ്യരോട് പറഞ്ഞത് നസീഹത്താണ്. എന്നാണ് സകല പ്രവാചകന്മാരും അവരുടെ അനുയായികളോട് പറഞ്ഞത്. ഞങ്ങൾ നിങ്ങളോട് കൂറുള്ളവരാണ്, നിങ്ങൾക്ക് ഗുണകാംക്ഷ ഉള്ളവരാണ്, നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാണ് ഈ പറയുന്നത് എന്ന രീതി നമ്മുടെ ഓരോ കാര്യങ്ങളിൽ ഉണ്ടാകേണ്ടത്, നമ്മുടെ സമീപനങ്ങളിൽ ഉണ്ടാകേണ്ടത്, നമ്മുടെ ബാനറുകളിൽ ഉണ്ടാകുന്നുണ്ട്, ബോർഡുകളിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ജിന്നൂയിസം, മടവൂയിസം ഇങ്ങനത്തെ ജാതി പദപ്രയോഗങ്ങളൊന്നും അതൊന്നും ഒരിക്കലും നമ്മുടെ കൾച്ചറിന് സംസ്കാരത്തിന് യോജിച്ചൊരു സംഖ്യയാണ്. അതൊക്കെ അതിൻ്റെ കാലം അത് മറ്റൊരു രീതിയിലാണ്. ആ രീതിയിലായിട്ട് നമ്മുടെ മതപ്രബോധനം ആളുകളെ നന്മയിലേക്ക് ക്ഷണിക്കുന്ന രീതിയാണ്. മുസ്ലിങ്ങൾ തന്നെ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളിൽ പൊതുവിഷയങ്ങളിലൊക്കെ യോജിച്ച് നിന്ന് നല്ല രീതിയിൽ നിൽക്കേണ്ട ഒരു സന്ദർഭത്തിൽ മുസ്ലിങ്ങൾക്കിടയിലുള്ളവർ തന്നെ ഒരു നിലക്കും യോജിക്കാൻ സാധിക്കാത്ത, ഒരു നിലക്കും എല്ലാ ശബ്ദത്തിലും എല്ലാ അർത്ഥത്തിലുള്ള ശത്രുത വളർത്തുന്ന രീതിയിലുള്ള നമ്മളുടെ പദപ്രയോഗങ്ങളും ബാനറുകളും നോട്ടീസുകളും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇത്തരം സംഗതികൾ അതൊന്നും ഇസ്ലാം അങ്ങനെ പറയുന്നില്ല. ഏറ്റവും ചുരുക്കം മനസ്സിലാക്കണം, ഇതൊന്നും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന സംഗതിയില്ല. ഇസ്ലാം വളരെ സമാധാനത്തിന്റെയും ആളുകൾക്ക് ഗുണകാംക്ഷയുടെയും ഒരു മതമാണ്. ജനങ്ങളെ മുഴുവൻ ഈ സത്യത്തിലേക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് വഴതുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ആളുകളെ സ്വർഗത്തിലേക്ക് എത്തിക്കുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യണം. അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആ രീതി അല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കടിച്ചു നിൽക്കാനുള്ള ഒരു വഴിയല്ല എന്ന് നമ്മൾ അതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു 20-22 വയസ്സിൽ നടന്ന സംഭവമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹെൽഫുൽ ഫുബൂൽ എന്ന് പറഞ്ഞ സംഭവം. അത്
അത് കഴിഞ്ഞ് അധികം കഴിഞ്ഞതിന് മുമ്പ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹിതനായി. നമുക്കറിയാം 25-ാം വയസ്സിൽ റസൂലുള്ളാഹി വിവാഹിതനായി. റസൂലുള്ളാഹി ഇങ്ങോട്ട് വിവാഹം അന്വേഷിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ആളുകൾ പറയുന്നത് കേട്ടും റസൂലിന്റെ കൂടെ കച്ചവട യാത്ര നടത്തിയപ്പോൾ കൂടെയുള്ള ആളുകൾ റസൂലിനെ പറ്റി പുകഴ്ത്തി പറയുന്നത് കേട്ടപ്പോൾ ആ നാട്ടിലെ ഒരു ഏറ്റവും ഉത്കൃഷ്ടയായ മഹത്വമേറിയ ഒരു സ്ത്രീ അവരുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ആ ഒരു വിവാഹം നടക്കുന്ന വിധവയായിരുന്നെങ്കിലും തന്നെക്കാൾ 40 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ ആയിരുന്നെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 25 വയസ്സും ആദ്യം തന്നെ വിവാഹം അന്വേഷിച്ച പെണ്ണിന് 40 വയസ്സായിരിക്കുന്ന സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പെണ്ണിന്റെ ഭാഗത്താണ് വിവാഹം അന്വേഷിച്ചത്. നമ്മുടെ ആളുകളിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, വിവാഹം അന്വേഷണമൊക്കെ ആണുങ്ങളുടെ ഭാഗത്ത് തന്നെ അന്വേഷിക്കണം, പെണ്ണിന്റെ ഭാഗത്ത് വിവാഹം അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അത് പാടില്ല, മോശമാണ്, അതൊന്നും ശരിയല്ല എന്നൊക്കെ നമ്മുടെ കാരണവന്മാരുടെ ഇടയിലൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. ആണിന്റെ ഭാഗത്ത് അങ്ങോട്ട് വിവാഹം അന്വേഷിക്കുക, പെണ്ണിന്റെ ഭാഗത്ത് ഇങ്ങോട്ട് വിവാഹം അന്വേഷിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പെണ്ണിന്റെ ഭാഗത്ത് നിന്നാണ് ഇങ്ങോട്ട് വിവാഹം അന്വേഷിച്ചത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിവാഹത്തിന് സമ്മതിക്കുകയും അങ്ങനെ 25-ാം വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹിതനായി. ആ റസൂലുള്ള വിവാഹിതനായി നിൽക്കുന്ന പിന്നെ റസൂലിനെ 10-15 വർഷം പരിചയപ്പെട്ടതിന് ശേഷമാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി ഉണ്ടാകുന്നത്. ഈ 10-15 വർഷം റസൂലിന്റെ കൂടെ ജീവിച്ചപ്പോ ഖദീജ റളിയല്ലാഹു അൻഹക്ക് റസൂലിനെ പറ്റിയിട്ടുണ്ടായിരുന്ന ഇംപ്രഷൻ, റസൂലിനെ പറ്റിയിട്ടുണ്ടായിരുന്ന മതിപ്പ് അതെന്തായിരുന്നു എന്ന് മനസ്സിലാക്കി. അതാണ് നമ്മൾ ഓരോരുത്തരും റസൂലിന്റെ സ്വഭാവത്തെ പറ്റി നമ്മൾ അവിടെ വിലയിരുത്തേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ലഭിച്ച് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞത്? വല്ലാഹി ലാ യുസീഖുല്ലാഹ്, അള്ളാഹു നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടുത്തുകയില്ല, നിങ്ങളെ തരം താഴ്ത്തൂല അള്ളാഹു. എന്തേ കാരണം? ആ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എടുത്ത് പറഞ്ഞു. റസൂൽ നല്ല പരോപകാരി, ആളുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരോപകാരി. അതുകൊണ്ട് നിങ്ങൾ ദുർബലരായ ആളുകളെ സഹായിക്കുന്ന ഒരാളാണല്ലോ, നിങ്ങൾ അതിഥികളെ നന്നായി സൽക്കരിക്കുന്ന മനുഷ്യരല്ലേ, നിങ്ങൾ കഷ്ടപ്പെടുന്നവരെ എപ്പോഴും കഷ്ടപ്പെടുന്നവരെ കൂടെ നിൽക്കുന്നവരല്ലേ, സത്യം പറയുന്ന മനുഷ്യരല്ലേ നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അല്ലാഹു ഒരിക്കലും കഷ്ടപ്പെടുത്തൂല. അപ്പോ തന്റെ കൂടെ ജീവിച്ച 10-15 വർഷം ജീവിച്ച ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആ ജീവിതകാലത്ത് കണ്ട ഏറ്റവും ഉത്കൃഷ്ടമായ കുറേ കാര്യങ്ങളാണ്. പാവപ്പെട്ട ഒരു മനുഷ്യൻ വന്ന് റസൂലിനോട് ഒരു സംഗതി പറഞ്ഞാൽ റസൂലിന് കഴിയുമെങ്കിൽ റസൂൽ അതിന്റെ കൂടെ നിന്ന് അത് സഹായിച്ചു കൊടുക്കും. നബിക്ക് കഴിയുന്ന രീതിയിൽ പൊതുപ്രവർത്തനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. വീട്ടിൽ അടച്ചുപൂട്ടിയ ഇരിക്കുന്ന സ്വഭാവമായിരുന്നില്ല. പൊതുപ്രവർത്തനത്തിൽ ആളുകളുടെ പ്രശ്നങ്ങളിൽ ഇറങ്ങി സത്യസന്ധമായി നല്ല സംസാരിച്ചുകൊണ്ട് സത്യം പറഞ്ഞുകൊണ്ട് മാന്യത കൈവിടാതെ റസൂലുള്ളാഹി ജീവിച്ചു. ആ ജീവിതം നടത്തിയ ഒരു മനുഷ്യനെ എങ്ങനെയാണ് അല്ലാഹു അയാളെ നഷ്ടത്തിലാക്കുക? നിങ്ങളൊരു പേടി മേടിക്കരുത് എന്ന രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണ് റസൂലുള്ളാഹി പ്രവാചകനാകുന്ന സന്ദർഭമായപ്പോഴേക്കും ഏറ്റവും നല്ലൊരു മനുഷ്യൻ ആയിക്കൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സായി. 10-15 വർഷത്തെ വിവാഹ ജീവിതത്തിൽ അപ്പോഴേക്കും അവർക്ക് 6 മക്കളുണ്ടായി. നബിക്ക് ആകെ ഉണ്ടായിരുന്ന 7 മക്കളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 7 മക്കളാണ് ഉണ്ടായിരുന്നത്, നമുക്കറിയാം. അതിൽ നബിക്കും വഹി ലഭിക്കുന്നതിന് മുമ്പ് അതിന് 5 മക്കൾ നബിക്ക് വഹി ലഭിക്കുന്നതിന് മുമ്പാണ്. ഏറ്റവും മൂത്ത മകളായിരുന്നു സൈനബ് റളിയല്ലാഹു അൻഹ. അവർ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഖാസിം എന്നൊരു മകൻ ജനിച്ചു. ആ മകൻ 2 വയസ്സാകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ജനിച്ചത് റുഖയ്യ എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ്. പിന്നീട് ജനിച്ചത് ഉമ്മു കുൽസും എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ്. അവരൊക്കെ ജനിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കുന്നതിന്റെ മുമ്പാണ്. ആദ്യത്തെ 15 വർഷത്തിലാണ്. പിന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹ ജനിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹയും ജനിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കുന്നതിന്റെ ഏതാനും 2 വർഷങ്ങൾക്ക് മുമ്പാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചെറിയ അഭിപ്രായ വ്യത്യാസം, ഷിയാക്കളും വഹി ലഭിച്ചതിന് ശേഷമാണ് എന്ന് പറയും. പക്ഷേ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വഹി ലഭിക്കുന്നതിന് മുമ്പാണ്. ആ 15 വർഷത്തിന്റെ ഇടയ്ക്ക് ജനിച്ചു. നബിക്ക് വഹി ലഭിച്ചതിന് ശേഷം ജനിച്ചതാണ് നബിയുടെ അബ്ദുള്ള എന്ന ആൺകുട്ടി.
നബിയുടെ 6ാമത്തെ കുട്ടി വഹി കിട്ടി 2ാം വർഷത്തിൽ ജനിച്ചു. പക്ഷെ അധികം ജീവിച്ചില്ല. ആ 2 കുട്ടികളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വഹി ലഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ അവർ 2 പേരും മരിച്ചു. ആൺകുട്ടികളൊക്കെ മരിച്ചു. നബി പ്രവാചകനായി വരുമ്പോൾ നബിയുടെ 4 പെൺകുട്ടികൾ മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. 4 പെൺകുട്ടികൾ മാത്രം. ആ 4 പെൺകുട്ടികളാകട്ടെ ആ 4 പെൺകുട്ടികളും നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ വിശ്വസിക്കുകയും മുസ്ലിം ആയിക്കൊണ്ട് തന്നെ മരിക്കുകയും ചെയ്തു. നബി മരണപ്പെടുന്ന സന്ദർഭത്തിൽ അതിൽ ഒരു പെൺകുട്ടി മാത്രം ജീവിച്ചിരിക്കുന്നുള്ളൂ. അത് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ബാക്കിയുള്ളവരൊക്കെ നബിയുടെ ജീവിതകാലത്ത് തന്നെ മരിച്ചു. സൈനബ് റളിയല്ലാഹു അൻഹ മരിച്ചുപോയി. അതുപോലെ റുഖയ്യ മരണപ്പെട്ടു പോയി. അതുപോലെ അവരൊക്കെ നബിയുടെ ജീവിതകാലത്ത് തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ നബിയുടെ അവസാന കാലത്ത് നബിക്ക് മാരിയത്തുൽ ബിദിയ എന്ന ഒരു അടിമ സ്ത്രീയിൽ ഒരു കുഞ്ഞ് ജനിച്ചിരുന്നു. ആ കുഞ്ഞിന്റെ പേര് ഇബ്രാഹിം എന്നായിരുന്നു. ആ കുഞ്ഞ് ജനിച്ച് 10 മാസം പ്രായമായപ്പോഴേക്കും ആ കുട്ടിയും മരിച്ചു. അവസാനം റസൂലുള്ളാഹി മരിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന 7 മക്കളിൽ ജീവിച്ചിരിക്കുന്നത് റസൂലുള്ളാഹിയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമായിരുന്നു. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയാകട്ടെ റസൂലുള്ളാഹി മരണപ്പെട്ട് 6 മാസമായപ്പോഴേക്കും അവരും മരണപ്പെടുകയുണ്ടായി. പിന്നെ റസൂലിന്റെ മക്കളിൽപ്പെട്ട ആരും ഇവിടെ ജീവിച്ചിരുന്നില്ല. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ നമുക്ക് ചരിത്രം ഈ രീതിയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനെ കൃത്യമായി പ്രത്യേകിച്ചും നബിക്ക് 40 വയസ്സ് കഴിഞ്ഞ് നബിയുടെ വിവാഹശേഷം ഈ സന്ദർഭങ്ങളിലുള്ള ചരിത്രം കൂടുതൽ തെളിമയാർന്ന രീതിയിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. പിന്നെ നബി പ്രവാചകനായതിനു ശേഷമുള്ള നബിയുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും ഓരോ ദിവസങ്ങളും എന്ന രീതിയിൽ തന്നെ നമ്മുടെ മുമ്പിൽ അത് അങ്ങനെ തന്നെ തുറന്നു കിടക്കുന്ന രീതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്ന സന്ദർഭം ആ ദിവസം ഓരോന്നും നമ്മുടെ മുമ്പിൽ തെളിമയാർന്ന രീതിയിൽ നമ്മുടെ മുമ്പിലുണ്ട്. ഈ ചരിത്രവും ഈ കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് പഠിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ മക്കൾ അതിനെ പഠിക്കണം. പണ്ടുള്ളവർക്ക് നബിയെ പറ്റി, നബിയുടെ മക്കളെ പറ്റിയും നബിയുടെ ജീവിതത്തെ പറ്റിയും കുറെ കാര്യങ്ങൾ അറിയാമെങ്കിലും നമ്മുടെ മക്കൾക്ക്, നമ്മുടെ പുതിയ തലമുറക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ സംബന്ധിച്ചോ ചരിത്രത്തെ സംബന്ധിച്ചോ ഒന്നും അറിയില്ല. അവർ പഠിച്ചിട്ടില്ല, വായിക്കുന്നില്ല. 100 പുസ്തകങ്ങൾ വായിച്ച് തള്ളുന്ന കൂട്ടത്തിൽ നമുക്ക് നബി ചരിത്രം നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. വളരെ ഹൃദയവേദകമായ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. വീട്ടിൽ ഒരുപാട് പുസ്തകം വാങ്ങുന്ന കൂട്ടത്തിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് നബിചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ നിങ്ങൾ വാങ്ങി വെച്ചു കൊടുക്കുക. കുട്ടികൾ വായിക്കട്ടെ, പഠിക്കട്ടെ. മദ്രസകളിൽ നിന്നും മറ്റുള്ളതിൽ നിന്നും നബിയുടെ ജീവിതത്തെ ശരിയായ രീതിയിൽ പഠിക്കാൻ അവർക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു തലമുറ നമുക്ക് വളർന്നു വരണം. ആ തലമുറയാണ് ഏതർത്ഥത്തിലും നമുക്ക് ഉപകാരപ്പെടുക. ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നബിദിനവുമായി ബന്ധപ്പെട്ട കാര്യം. നബിദിനം എന്ന് പറയുമ്പോൾ അത് വർഷം കൂടി വരികയാണ്. അതിൻ്റെ ഓരോ അലങ്കാരങ്ങളും അതിൻ്റെ പരിപാടികളും. അങ്ങനെ നബിദിനം ഇനി കുറച്ചും കഴിഞ്ഞാൽ നബിദിനമാവില്ല, നബിമാസം എന്ന് പറയുമ്പോൾ തന്നെ ആ രീതിയിലാണ് അതിനെ വരവേൽക്കാനും മറ്റുമൊക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, ഈ പ്രായമേറിയ ആളുകൾക്ക് ആലോചിച്ചാൽ അറിയാം, ഇപ്പോൾ നടക്കുന്ന പല കാര്യങ്ങളൊന്നും പണ്ടുണ്ടായിരുന്നില്ല. ഈ രീതിയിലുള്ള ഒരു പരിപാടികളൊന്നും പണ്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ കുറച്ച് ചെറിയ കുട്ടികൾ പ്രായമായി വരുമ്പോൾ ഇത് ഇനിയും പുതിയ പല രൂപവും ആവിഷ്കരിക്കപ്പെടുന്ന രീതി ഉണ്ടാകും. കാരണം ഇതിന് നമ്മുടെ മതത്തിൽ ഒരു കാര്യം എന്ന് പറഞ്ഞതിന് അതിന് തെളിവ് മതത്തിന് തന്നെ കിട്ടണം. അത് ഓരോരുത്തരുടെ ബുദ്ധിയിൽ നിന്നും ആശയത്തിൽ നിന്നും വരികയാണെങ്കിൽ ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തർക്ക് തോന്നുന്ന രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനിക്കുന്ന ദിവസത്തിന് വല്ല പുണ്യം ഉണ്ടായിരുന്നെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അത് ആസ്വദിക്കുകയും അത് ഈ രീതിയിൽ കൊണ്ടാടുകയും ചെയ്യുക അത് അവിടുത്തെ സഹബാക്കളാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഭാര്യമാരാണ്. അങ്ങനെ ഒരു ആളുമില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നബിയുടെ സഹബാക്കൾ, ലക്ഷക്കണക്കിനുള്ള സഹബാക്കളിൽ ഏതെങ്കിലും ഒരു സഹാബി നബിയുടെ ജന്മദിനത്തിന്റെ ദിവസത്തിൽ ഇത് നബി ജനിച്ച ദിവസമാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു കാരക്കയുടെ ഒരു ചീളെങ്കിലും ആർക്കെങ്കിലും കൊടുത്തത് ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തി പറ്റില്ല. നബിയുടെ സഹാബിമാരിൽ ആരും ചെയ്തിട്ടില്ല. നബിയുടെ ഭാര്യമാർ ഒരുപാട് നബിയുടെ കാലശേഷം ഇവിടെ ജീവിച്ചിട്ടുണ്ട്. ഒരൊറ്റ കുട്ടി അങ്ങനെ ചെയ്തിട്ടില്ല, ആരും ചെയ്തിട്ടില്ല. അതുപോലെ ഇമാമുകൾ, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്,
ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇങ്ങനെ ഈ മദ്ഹബിന്റെ ഇമാമുകളായ ആളുകൾ അവരും ആരും ചെയ്തിട്ടില്ല. ഇവർക്ക് ആർക്കും നബി ജനിച്ച ദിവസത്തിൽ ഒരു പ്രത്യേകത കൽപ്പിച്ച് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടതല്ലേ എന്ന് ഇവർക്ക് ആർക്കും തോന്നിയിട്ടില്ലല്ലോ. ഇങ്ങനെ ആരെങ്കിലും ഒരു കൂട്ടത്തിൽ ചെയ്തത് ഈ നബിദിനം കഴിക്കുന്ന ആളുകൾ തെളിവായി ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. സിദ്ദീഖ് അല്ലെങ്കിൽ ഉമർ ഖത്താബ് അല്ലെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ആരെങ്കിലും ചെയ്തത് തെളിവുണ്ടെങ്കിലാണല്ലോ ഏറ്റവും ചുരുങ്ങിയത് അതിൽ നമ്മൾ എന്തെങ്കിലും പ്രത്യേകത കാണുന്നത്. അപ്പൊ മതത്തിന്റെ കാര്യത്തിൽ ആളുകൾ ഇത്രയൊക്കെ അവർ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു തെളിവില്ലാത്ത ഒരു ആചാരമാണ് യഥാർത്ഥത്തിൽ നബിദിനം എന്ന് പറഞ്ഞത്. അത് മറ്റു സംഗതികൾ പോലെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മള് എന്താണ് ഗാന്ധി ജയന്തി, ഗാന്ധി ജനിച്ചതും നെഹ്റു ജനിച്ചതൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലൊക്കെ ആചരിക്കുന്നില്ലേ, അതുപോലെയല്ലേ? അതുപോലെയല്ലല്ലോ. അതുപോലെയാണെങ്കിൽ അതുപോലുള്ള ഒരു പരിപാടിയാണെങ്കിൽ അല്ലേ നമ്മൾ പറയേണ്ടതുള്ളൂ. അതുപോലെയല്ല, ഇത് മതത്തിന്റെ ഭാഗമായിരിക്കും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ കൂലി കിട്ടും, മരിച്ചെന്നാൽ അത് പുണ്യകർമ്മമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഈ പാവപ്പെട്ട ആളുകൾ ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ പോലെ അതിലുടനീളം അങ്ങാടിയിലൂടെ ചെല്ലി നടക്കുന്ന ബെയ്റ്റുകളൊക്കെ പിൽക്കാലത്ത് ആളുകൾ എഴുതിണ്ടാക്കിയതാണ്. പിൽക്കാലത്ത് ഓരോ ആളുകൾ എഴുതിണ്ടാക്കി അതിൽ ഒരുപാട് ശിർക്കുപരമായ സംഗതികൾ, അള്ളാഹുവിന് പങ്കു ചേർക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട്. പക്ഷേ ആളുകൾ കൂടുമ്പോഴും മഹലിന്റെ നേതൃത്വത്തിലൊക്കെ നടക്കുമ്പോൾ ഇതൊക്കെ ഒരു വലിയ കാര്യം മാറും. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തെ ഒരു വിവേചന ബുദ്ധിയോട് കൂടി നമ്മൾ കാര്യങ്ങൾ നോക്കണം. ആളുകൾ ഒരു കക്ഷിത്വത്തിന് ആവശ്യമില്ല. ദീൻ എന്ന് പറഞ്ഞത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. ഓരോരുത്തർക്കും പടച്ചോനെടുത്ത് മറുപടി പറയേണ്ടത് അതൊന്നും അതിന് കൂട്ടായിട്ട് ഓരോ സംഘടനയുടെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്തത് എന്നൊരിക്കലും പടച്ചോൻ ചോദിക്കൂല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബത്തൊന്നായിട്ട് വിളിച്ചിട്ട് നിങ്ങൾ എല്ലാവരും എന്താ ചെയ്തത് എന്നല്ല ചോദിക്കുക. മറിച്ച് ഓരോ വ്യക്തിയാണ് ചോദിക്കുക. അതുകൊണ്ട് അവനാൻ ഇത്തരം കാര്യങ്ങൾ അവനാൻ തെളിവുണ്ടോ ഇല്ലേ എന്ന് ആലോചിച്ചത് ചെയ്താൽ മതി. അതുകൊണ്ട് നബിദിനം എന്ന് പറഞ്ഞ വിഷയത്തിന് നമ്മൾ യാതൊരു നിരക്കും നമ്മൾ അതിന് ഒരു ന്യായവുമില്ല. അതിന് നമ്മൾ പണം നൽകുന്നതും അതിന്റെ പായസം കുടിക്കുന്നതും അതിന്റെ പരിപാടികൾ ഭാഗമാക്കാവുന്നതും ഒന്നും യഥാർത്ഥത്തിൽ ഒരു ന്യായമായ സംഗതിയല്ല. അല്ലാതെ നബിദിനത്തിൽ ഒരാളുകൾ ഒരു പ്രസംഗം വെച്ചാൽ നിങ്ങൾ പ്രസംഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ പറയുകയിൽ ഒരാളെ പോയി പ്രസംഗിക്കാൻ പറഞ്ഞത് അവിടെ പോയിട്ട് ആശംസ ചെയ്യുന്ന പരിപാടിയൊന്നും അതിൽ പറ്റില്ല. കാരണം ഇത് ആശംസിക്കാൻ പറ്റിയ സംഗതിയല്ല. മറിച്ച് അവിടെ പോയിട്ട് നബിദിനം എന്നത് ശരിയല്ല ഒരാൾക്ക് പറയാൻ കഴിയുമെങ്കിൽ അതിലൊരു പരിധി വരെ ശരി നമുക്ക് പറയാം. അപ്പൊ നമ്മളുടെ പിന്നെ മറ്റൊരു സംഗതി, ഈ മതഘോഷയാത്രകളാണ് നാട്ടിൽ എല്ലാവരും നടത്തുന്നത്. അത് നമ്മൾ വേറെ മനസ്സിലാക്കുന്നത്. മതഘോഷയാത്രകൾ വിരോധിക്കണം എന്ന് പോലും നമ്മൾ പണ്ട് പ്രമേയം പാസാക്കിയിരുന്ന ആളുകളാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ എല്ലാ വർഗീയ കലാപങ്ങളും ഉണ്ടാകുന്ന മതഘോഷയാത്രയാണ്. ഓരോ വർഷവും കൂടി വരികയാണ്. അതിനെ നമ്മൾ പരമാവധി നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. ഇസ്ലാം മതത്തിൽ ഘോഷയാത്ര എന്നുള്ള പരിപാടിയല്ല. ഇസ്ലാം മതത്തിൽ എവിടെയും ഘോഷയാത്ര എന്നുള്ള പരിപാടി തന്നെ നമുക്ക് കാണാൻ കഴിയില്ല. ആ മതഘോഷയാത്രകൾ ഹിന്ദുക്കൾ അവസാനിപ്പിക്കണം, മുസ്ലിങ്ങൾ അവസാനിപ്പിക്കണം, ക്രിസ്ത്യാനികൾ അവസാനിപ്പിക്കണം. അങ്ങനെ അവസാനിപ്പിച്ചാൽ നാട്ടിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാവില്ല, നാട്ടിൽ വേറെ കുഴപ്പങ്ങൾ ഉണ്ടാവില്ല. ഒരു ഘോഷയാത്ര പോകുമ്പോൾ എത്ര മനുഷ്യന്മാർ അതിൽ കഷ്ടപ്പെടുന്നുണ്ട് അത് നമ്മൾ ആലോചിച്ച് നോക്കണല്ലോ. പത്രം ഈ വാഹനത്തിൽ പോകുന്ന ആളുകളും ഇങ്ങനെ ഒരുപാട്. നമ്മുടെ നാട്ടിലെ പ്രകടനം നിരോധിക്കുന്നത് പോലെയല്ല, മതഘോഷയാത്രകൾ പോകുമ്പോൾ അതിൽ വേറൊരു രീതിയാണ് ആളുകൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മതവിഭാഗത്തിന്റെ ഘോഷയാത്രകൾ യഥാർത്ഥത്തിൽ ഇവിടുന്ന് ഇല്ലാതെയാകേണ്ടതാണ്. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ച് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇസ്ലാമിൽ ഒരു ഘോഷയാത്രയില്ല. ഒരു അർത്ഥത്തിലും ഇങ്ങനെ ഘോഷയാത്ര ഇസ്ലാം നമ്മളോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നബിദിന ഘോഷയാത്ര, നബിദിന യാത്ര ഇതൊക്കെ വിദ്യാർത്ഥികളാണ്. ഇതൊക്കെ പടച്ചോന്റെ കുറ്റം കിട്ടുന്ന കാര്യങ്ങളാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. കുറ്റം കിട്ടുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ എന്നെ കേൾക്കുന്ന ആളുകളെങ്കിലും നമ്മൾ മനസ്സിലാക്കുക, ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. കുറെ ആളുകൾ കുറെ പറയുമ്പോൾ കുറെ